അമേരിക്ക പുറത്താക്കിയ കുടിയേറ്റക്കാർ ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങുമെന്ന് പഞ്ചാബ് പോലീസ് വ്യക്തമാക്കി. 205 പേരെയാണ് അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിക്കുന്നത്. The Americans estimate there are 725,000 undocumented Indians who are eligible for deportation. And in the course of the last 4 years, they have arrested 170,000, almost 2 lakh Indians in their two borders with Canada and Mexico. All these people, they say, are there illegally. If they are citizens of India, we have an obligation to take them back. There is no debate about that. We have to take them back. അമേരിക്കയിൽ അനധികൃതമായി എത്തിയ 205 ഇന്ത്യൻ പൗരന്മാരെ വഹിച്ചുകൊണ്ടുള്ള US സൈനിക വിമാനം ഇന്നലെയാണ് പുറപ്പെട്ടത്. ഇന്ത്യൻ സമയം പുലർച്ചെ 3 മണിയോടെയാണ് ടെക്സസിലെ സാൻ ആന്റോണിയോയിൽ നിന്ന് യാത്ര തിരിച്ചത്. വിമാനം ഡൽഹിയിൽ ഇറക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് പിന്നീട് അമൃത്സറിലേക്ക് മാറ്റി. സംഘത്തിൽ പഞ്ചാബിൽ നിന്നുള്ളവരാണ് കൂടുതൽ. ആളുകളെ നാടുകടത്താനുള്ള അമേരിക്കൻ തീരുമാനത്തിൽ പഞ്ചാബിന്റെ NRI കാര്യമന്ത്രി കുൽദീപ് സിംഗ് ധാലിവാൾ നിരാശ പ്രകടിപ്പിച്ചു. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകിയവർക്ക് സ്ഥിരതാമസം അനുവദിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്ന് പഞ്ചാബിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ അമൃത്സറിലിറങ്ങിയ ശേഷം യാത്രക്കാരെ വിശദമായി ചോദ്യം ചെയ്യും. വന്നവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് വീണ്ടും ഉറപ്പിക്കും. നിയമവിരുദ്ധമായി US പ്രവേശിച്ച സാഹചര്യവും അവരുടെ പശ്ചാത്തലവും പരിശോധിക്കും. അനധികൃത മനുഷ്യക്കടത്തിന് സൗകര്യമൊരുക്കിയവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ആരായും. തുടർന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് സംഘങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നാട് കടത്തപ്പെട്ട ഇന്ത്യക്കാരുമായി അമേരിക്കയിൽ നിന്നെത്തുന്ന വിമാനത്തിനുമുണ്ട് ഏറെ കൗതുകം നിറഞ്ഞ പ്രത്യേകതകൾ. അമേരിക്കൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനവ്യൂഹത്തിന്റെ ചെലവ് തന്നെ പല രാജ്യങ്ങളുടെയും GDP-യേക്കാൾ ഉയർന്നതാണ്. ബോയിങ് C-17 ഗ്ലോബ് മാസ്റ്റർ അമേരിക്കൻ നിർമ്മിത വിമാനം. ആകെയുള്ള 275 വിമാനങ്ങളിൽ 223 അമേരിക്കയ്ക്ക് സ്വന്തം. ബാക്കി 52 വിമാനങ്ങൾ ഇന്ത്യ, UK, കാനഡ, കുവൈത്ത്, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ ഉടമസ്ഥതയിലാണ്. ഈ വിമാനവ്യൂഹത്തിന്റെ വില 6.6 ലക്ഷം കോടി രൂപ വരും. ഒരു വിമാനത്തിന് മാത്രം 2,960 കോടി രൂപ വില വരും. ശ്രീലങ്ക, ക്രൊയേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ ഉയർന്ന തുകയാണിത്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ 4 എഞ്ചിനുകളിൽ പ്രവർത്തിക്കുന്ന ഈ വിമാനത്തിന്റെ നീളം 53.04 മീറ്റർ ആണ്. ചിറകുകളുടെ മാത്രം വിസ്താരം 51.74 മീറ്റർ വരും. പടുകൂറ്റൻ വിമാനമാണെങ്കിലും 1 കിലോമീറ്ററിൽ താഴെയുള്ള റൺവേയിൽ ഇറങ്ങാനുള്ള ശേഷിയും ഈ വിമാനത്തിനുണ്ട്. 74,797 കിലോഗ്രാം ഭാരം വഹിക്കാനുള്ള ശേഷിയുമുണ്ട് ഇതിന്. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന് 11,538 കിലോമീറ്റർ നിർത്താതെ പറക്കാനുമാകും. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാനായി ഇന്ത്യ റൊമാനിയയിലേക്ക് അയച്ചതും ഇതേ C-17 വിമാനമാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. എറണാകുളം പിറവത്ത് കിണറ്റിൽ വീണ ഭർത്താവിനെ അതിസാഹസികമായി രക്ഷിച്ച ഭാര്യ. പിറവം സ്വദേശി രമേശനാണ് വീടിന് സമീപം കുരുമുളക് പറിക്കുന്നതിനിടെ മരമൊടിഞ്ഞ് കിണറ്റിൽ വീണത്. ഉടൻ ഭാര്യ പത്മം കയറുപയോഗിച്ച് കിണറ്റിൽ ഇറങ്ങുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തും വരെ പത്മം രമേശനെ താങ്ങി നിർത്തുകയായിരുന്നു. 40 അടിയോളം താഴ്ചയും 5 അടിയോളം വെള്ളവുമുള്ള കിണറ്റിലാണ് രമേശൻ. കുഴപ്പമില്ലല്ലോ, ആള് കുഴപ്പമില്ല. നോക്കട്ടെ നമുക്ക് നോക്കിട്ട് ചോദിച്ചിട്ടുണ്ട്. ആളെ ഇരുത്ത് സൈഡിലോട്ട് നിൽക്ക്. നേരെ നോക്ക്. അതിനകത്ത് കയറി നിന്നോ, ചേച്ചി കയറി നിന്നോ. അവിടെ ഇരുന്നോ. പൊങ്ങി കഴിയുമ്പോ പിടിച്ചോ സൈഡിൽ പിടിച്ചോ. ആ സൈഡ് പൊക്ക. ഈ സൈഡ് പൊക്ക. നടുക്കിരിക്കാവോ? അങ്ങനെ ഈ സൈഡ് അവിടെ പൊക്കിയോ നല്ലോണം. നിങ്ങൾ
നിങ്ങളെ അയച്ചു കുഴപ്പമില്ല നീ പോകും നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ്. ആയുധം വാങ്ങിയെന്ന് പ്രതി പോലീസിനെ അറിയിച്ച എലവഞ്ചേരിയിലെ കടയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. എന്നാൽ ആയുധം കടയിലേത് അല്ലെന്നാണ് കടയുടമയുടെ പ്രതികരണം. എൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല, ഉറപ്പായിട്ടും. ഇത്തരത്തിലുള്ള ഈ സാധനം ഇവിടെ ഉണ്ടാക്കാറുമില്ല. അതുതന്നെയാണ് അതിൽ കുറച്ച് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ സീലുണ്ട്, ഇവിടുത്തെ ചെയ്യുന്നതിന് വൃത്തിയായിട്ടുള്ള സീലുകളുണ്ട്. ഇതിലൊന്നും സീലും ഇല്ല, ഒന്നുമില്ലാത്തതാണ്. ഷംന വിവരങ്ങളുമായി ചേരുന്നു. ഷംന, തെളിവെടുപ്പിൽ ഈ കേസുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ആയുധത്തിന്റെ വിവരങ്ങൾ കൃത്യമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപർണ, ഈ ചെന്താമര ഈ ആയുധം വാങ്ങിയ കടയിൽ ഉൾപ്പെടെ പോലീസിനോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. അതായത് ആയുധം വാങ്ങിയത് ഈ കടയിൽ നിന്നാണ്, ആഗ്രോ എക്യുപ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ്, എലവഞ്ചേരിയിലെ കടയിൽ നിന്നാണ് ആയുധം വാങ്ങിയത്. അത് താൻ പ്രത്യേകം ആവശ്യപ്പെട്ട അതുപോലെ തന്നെ ഈ കടയിലെ ജീവനക്കാർ നിർമ്മിച്ച് നൽകി എന്നതുൾപ്പെടെയാണ് പോലീസിനോട് ചെന്താമര വിശദീകരിച്ചത്. പക്ഷേ അത് പൂർണ്ണമായും നിഷേധിക്കുന്ന തരത്തിലായിരുന്നു ഈ കടയുടമയുടെ പ്രതികരണം ഉണ്ടായത്. അതായത് തങ്ങളുടെ കടയിൽ നിർമ്മിക്കുന്ന ആയുധത്തിന് സീൽ ഉണ്ടാവും, എന്നാൽ ഈ ചെന്താമരയുടെ ആയുധത്തിൽ സീലില്ല. ചെന്താമര ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ഈ കൊടുവാള്, അത്തരം ആയുധം ഈ കടയിൽ നിർമ്മിക്കാറില്ല എന്നൊക്കെയായിരുന്നു ഈ കടയുടമ പറഞ്ഞിരുന്നത്. പക്ഷേ ഡിവൈഎസ്പി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ കടയിൽ നിന്ന് തന്നെയാണ് ആയുധം വാങ്ങിയത്. അതായത് ഈ കടയിൽ നിന്നുള്ള സീല് ആയുധത്തിൽ ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ ആയുധം വാങ്ങിയത് കൃത്യമായി ഇവിടെ നിന്ന് തന്നെയാണ്. പിന്നെ ഈ ലെയ്ത്ത് മെഷീൻ ഉൾപ്പെടെ പ്രതി ചെന്താമര പോലീസിനോട് വിവരിച്ചിരുന്നു. ഇത് ഈ കടയിൽ നേരത്തെ എത്താത്ത ഒരാൾക്ക് ഇതെങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? കാരണം ഈ കടയിലെ കൃത്യമായി എല്ലാ സ്ഥലങ്ങളും ഈ ആയുധം നിർമ്മിച്ചത്, ഈ ആയുധത്തിന് കൊളുത്തിട്ടത്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കൃത്യമായി തന്നെയാണ് ഈ ചെന്താമര പോലീസിനോട് വിശദീകരിച്ചത്. നേരത്തെ ഈ കടയിൽ എത്താത്ത ഒരാൾക്ക് അതിന് സാധിക്കില്ല. കടയുടെ സീൽ അതിലുണ്ടായിരുന്നു, അത് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഡിവൈഎസ്പി പറയുന്നത്. എന്തായാലും ആയുധം വാങ്ങിയത് ആ കടയിൽ നിന്ന് തന്നെയാണ്. അതായത് ഇന്ന് തെളിവെടുപ്പിന് പ്രതിയുമായി എത്തിയ എലവഞ്ചേരിയിലെ ആഗ്രോ എക്യുപ്സ് എന്ന കടയിൽ നിന്ന് തന്നെയാണ് ആയുധം വാങ്ങിയതെന്ന ഒരു നിഗമനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഒപ്പം ഈ പ്രതിയുടെ കയ്യിൽ മറ്റൊരു ആയുധം കൂടി ഉണ്ടായിരുന്നു. അതായത് കൊലപാതകത്തിന് ഒരു മാസം മുൻപ് ഈ അടിക്കാട് വെട്ടാൻ എന്ന് പറഞ്ഞ് പ്രതി വാങ്ങിയ ഒരു ആയുധമായിരുന്നു. ആ കടയിലും ഇന്ന് തെളിവെടുപ്പുണ്ടായി. എന്നാൽ ആ ആയുധമല്ല കൃത്യത്തിന് ഉപയോഗിച്ചത്. അത് ഇയാൾ ഈ അടിക്കാട്, അതായത് ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് താമസിക്കാൻ വരുമ്പോൾ അവിടുത്തെ അടിക്കാട് വെട്ടാനും മറ്റുമായി വാങ്ങിയ ആയുധം തന്നെയാണ് ഈ കൊടുവാൾ. കൊലപാതകത്തിന് ഉപയോഗിച്ച കൊടുവാൾ ആഗ്രോ എക്യുപ്സ് എന്ന കടയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് എന്ന സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്.